ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ വലിയ എഫേർട്ടൊന്നും ഇടാതെ ഒരു ഈസി പീസി അപ്പം ഞാൻ ഉണ്ടാക്കിയ കഥ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാവേ. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. അതിനകത്തേക്ക് തന്നെ 1/2 കപ്പ് ചോറും കൂടി ചേർക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു അര അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഈസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് ബ്ലെൻഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് 2-3 ടീസ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം, പെട്ടെന്നൊന്ന് ഫെർമെൻ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനിവിടെ ചേർക്കുന്നില്ല. അത് ബ്ലെൻഡായി വന്നതിന് ശേഷം നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് 1 മിനിറ്റോളം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് 1 അവർ ഫെർമെൻറ്റേഷന് വെക്കാം. നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് നുറുക്കി കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാവുന്ന സമയത്ത് നമ്മുടെ മാവ് ഫെർമെൻ്റായിട്ട് വരും. എനിക്ക് അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷേ എന്ത് ചെയ്യാൻ, ഇവിടെ ഗ്യാസ് തീർന്നുകൊണ്ട് ഇൻഡക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമുക്ക് ഒരു 1 അവർ കൊണ്ട് നമ്മുടെ കറി റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ, നല്ല സുഷിരങ്ങളോട് കൂടിയ നല്ല സോഫ്റ്റ് അപ്പമാണ്. അപ്പം പെട്ടെന്നൊരു കൊതി തോന്നുന്നു, അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടെ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.